കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇന്നലെ വായിച്ച അധ്യായത്തിൽ, റോമാലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് അവിടുന്ന് തന്നെ വരാം. റോമാലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യം 20-ാം വാക്യം. Romans chapter 4 verse 19 and 20. அவன் விசுவாசத்திலே பலவீனமாய் இருக்கவில்லை. அவன் ஏறக்குறைய 100 வயது உள்ளனாய் இருக்கும் போது தன் சரீரம் செத்து போனதையும் சாராளுடைய கர்ப்பம் செத்து போனதையும் எண்ணாதிருந்தான். தேவனுடைய வாக்குத்தத்தை அவன் அவ்விசுவாச சந்தேகப்படாமல். Praise the Lord. Hallelujah. ഇവിടെ വചനത്തിൽ പറയുന്നത്, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അബ്രാം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഹൈ ഫാദർ. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികളുടെ പിതാവ്. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും. അബ്രാമും അബ്രഹാം എന്ന രണ്ട് പേരിനകത്ത് പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. അബ്രാം എന്ന് പറഞ്ഞാൽ ഉന്നതനായ ദൈവം, ആർക്കും അടുത്തുകൂടാൻ കഴിയാത്തവനായ പിതാവ്. ദൈവം എന്നല്ല, പിതാവ് അബ്രാം. അബ്രഹാം എന്ന് പറഞ്ഞാൽ ബഹുജാതികളുടെ പിതാവ്, അതായത് ആർക്കും അടുത്തുകൂടാതിരുന്നവനായ ആ പിതാവ് സകല ജാതികളുടെയും പിതാവായിട്ട് മാറി പുതിയ നിയമത്തിൽ. അതാണ് പഴയ നിയമം പുതിയ നിയമം. അതാണ് അബ്രഹാം. അപ്പൊ അബ്രാമിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ അബ്രാമിന്റെ അവസ്ഥ നമുക്കറിയാം. കർത്താവിനെ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ. ഇവിടെ പറയുന്നത് അബ്രഹാം എന്ത് ചെയ്തില്ല? അവിശ്വാസത്തിൽ സംശയിച്ചില്ല. ബലഹീനതയുടെ നടുവിൽ ശരീരം ബലഹീനമായപ്പോഴും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും അവിശ്വാസത്തിൽ സംശയത്തില്ല, ധൈര്യത്തോടിരുന്നു. അങ്ങനെ ധൈര്യത്തോടിരുന്നത് അബ്രഹാമിനെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ അബ്രഹാം അങ്ങനെയുള്ള ആളായിരുന്നോ? അബ്രഹാം ആരായിരുന്നു? നമുക്കൊന്ന് ഓടി ഒന്ന് പഠിക്കാം. നമ്മൾ ഇന്നലെ ചിന്തിച്ചാണല്ലോ. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15:2. ജനസിസ് 15 verse 2. ജനസിസ് 15 verse 2. அதற்கு ஆபிரகாம், கர்த்தராகிய ஆண்டவரே, அடியேனுக்கு என்ன தருவீர்? நான் பிள்ளை இல்லாமல் இருக்கிறேனே. தமஸ்கு ஊரானாகிய இந்த எலியேசர் என் வீட்டு விசாரணைக்கர்த்தனாய் இருக்கிறானே என்றான். அடுத்த வாசனம். பின்னும் ஆபிரகாம், தேவரே எனக்கு புத்திர சந்தானம் அருளவில்லை. இதோ என் வீட்டிலே பிறந்த பிள்ளை எனக்கு സ്വതന്ത്രവാളിയായി இருக்கிறான் என்றான். അപ്പൊ ഇവിടെ അബ്രഹാം പറഞ്ഞൊരു കാര്യ. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവരായിരിക്കുന്നു. എനിക്ക് എന്റെ അവകാശി ദമശ്കേക്കാരനായ എലിയാസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് പറഞ്ഞു. അബ്രഹാം പറയുക, നീ എനിക്ക് മക്കളെ തന്നില്ല. എപ്പോഴാണെന്നറിയോ? ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ മഹത്തായ പ്രതിഫലവും പരിചയാന്ന് പറഞ്ഞ അവനോട് അങ്ങോട്ട് പറഞ്ഞപ്പോ തിരിച്ചു പറയുക, അതൊക്കെ ഇരിക്കട്ടെ, പക്ഷെ എനിക്ക് മക്കളെ തന്നിട്ടില്ല. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ റോമലേഖനം 4:19-20 വായിച്ചത് അവിശ്വാസത്തിൽ സംശയിച്ചില്ലെന്നാ വായിക്കുന്നത്. പക്ഷെ ഇവിടെ അവിശ്വാസത്തിന്റെ വാക്ക് പറയാം. അബ്രഹാം പറയാം, കർത്താവ് എനിക്ക് മക്കളെ തന്നിട്ടില്ല. മക്കളെ തന്നിട്ടില്ലെന്ന് അബ്രഹാം ദൈവത്തോട് പറയും. അപ്പൊ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ നിനക്ക് മക്കളെ തരും. 4-ാം വാക്യം 5-ാം വാക്യം. 4-ലും 5-ലും കാണുന്നത് അബ്രഹാമിനെ പുറത്തിറക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ആകാശത്തിൽ നോക്കാൻ പറഞ്ഞു, നക്ഷത്രങ്ങൾ എണ്ണാൻ പറഞ്ഞു. നക്ഷത്രങ്ങൾ എന്നിവനെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇതുപോലെ നിനക്ക് സന്തതി തരും. വചനം അടുത്ത് പറയുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം ഒന്ന് നീതിയായിട്ട് കണക്കിട്ടു. അപ്പൊ അത് നന്നായി. അപ്പൊ അവിടെ നീതിയായി കണക്കിട്ടു. നീതീകരിച്ചതല്ല, നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസത്തെ ദൈവം നീതിയായിട്ട് കണക്കിട്ടു. നീതീകരിച്ചു എന്നല്ല, നീതിയായി കണക്കിട്ടു. നീതി ആയതുകൊണ്ടല്ല, നീതിയായിട്ട് കണക്കിട്ടു. പക്ഷേ ഇതിനുശേഷം വലിയ യാഗവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഈ 17-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലേക്ക് പോവാം. 17 chapter 17 and 18. chapter 17 verse 17 and 18. அப்பொழுது ஆபிரகாம் முகங்குப்புற விழுந்து நகைத்து, 100 வயதானவனுக்கு பிள்ளை பிறக்குமோ? 90 வயதான சாரால் பிள்ளை பெறுவாளோ என்று தண்ணீரது சொல்லிக் கொண்டும், இஸ்மவேல் உமக்கு முன்பாக பிழைப்பானாக என்று ஆபிரகாம் தேவனிடத்தில் விண்ணப்பபண்ணினான். ഇവിടെ അബ്രഹാമിനടുത്ത് ദൈവം എന്ന് പറയാം, അബ്രഹാമേ, ഞാൻ നിനക്ക് സന്തതി തരും. ഉടനെ അബ്രഹാം പറയാണ്, വേണ്ട,
എനിക്ക് ഇസ്മായേൽ ഉണ്ട്, അവനുമായിട്ടിരുന്നാൽ മതി. അപ്പം ഇസ്മായേൽ ഉണ്ടായ സമയത്ത് അബ്രാമാണ്. ഇസഹാക്കിന്റെ സമയത്താണ് അബ്രഹാം ആകുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ ഈ ഇസ്മായേലിനെ പ്രാപിച്ചവൻ അബ്രാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് പറയുക, ഇല്ല, ഞാൻ നിനക്ക് മക്കളെ തരും. അപ്പൊ ഉടനെ അബ്രഹാം പറയുക, നല്ല പോലെ കളിയാക്കിച്ചിട്ട് കവിണ് വീണ് ചിരിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വേറെ പിള്ളേരെ തന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇപ്പൊ തന്ന് ഇസ്മായിലിനെ തട്ടാതിരുന്നാൽ മതി. ദൈവത്തോടുള്ള അബ്രഹാമിന്റെ സംസാരം ഇത്. ഈ അബ്രഹാമിനെയാണ് നമ്മൾ വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുന്നത്. അപ്പൊ അത് അബ്രഹാമിന്റെ വിശ്വാസം കൊണ്ടല്ല അബ്രഹാം വിശ്വാസികളുടെ പിതാവായത്, ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായത്. മോശ ലോകത്തിലെങ്ങുള്ള ഏറ്റവും സൗമ്യനാന്നാ പറഞ്ഞത്. അവൻ സൗമ്യനായതുകൊണ്ടല്ല മോശ സൗമ്യൻ എന്നറിയപ്പെട്ടത്, ദൈവം സൗമ്യനായതുകൊണ്ടാണ് മോശയെ സൗമ്യൻ എന്ന് വിളിച്ചത്. ദാവീദിനെ കുറിച്ച് പറയാണ് ഹൃദയപ്രകാരമുള്ളവൻ. ദാവീദ് ഹൃദയപ്രകാരമുള്ളവനായതുകൊണ്ടല്ല, ദൈവം ദാവീദിനെ ഹൃദയപ്രകാരം കണ്ടതുകൊണ്ടാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ആണെങ്കിൽ നമ്മുടെ കഴിവല്ല, അവൻ നമ്മളെ എങ്ങനെ കണ്ടതുകൊണ്ടാന്ന് കൂട്ടിയാൽ മതി, നമ്മുടെ കഴിവല്ല. അപ്പൊ ഈ അബ്രാമിനെ ഇത് അവിശ്വാസത്തിന്റെ വാക്കു പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്തത്വം ഈ പരിഹസിച്ച് ചിരിച്ച് കമിണ് വീണ് നിലവിടുത്ത് വീണ് ചിരിച്ച് ദൈവത്തിന്റെ വാക്തത്വത്തിനെതിരെ വാക്ക് പറഞ്ഞ അബ്രഹാമിനെ കുറിച്ച് പറയാണ് വിശ്വാസികളുടെ പിതാവ്. എന്നിട്ട് 20-ാം വാക്യത്തിലേക്ക് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തത്. എവിടെയാ മഹത്വം കൊടുത്തത്? റോമർ 4:20 ഞാൻ പറഞ്ഞത്. റോമർ 4:20 പറയുകയാണ് അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തത്. ഈ അബ്രഹാം എവിടെയാ ദൈവത്തിന് മഹത്വം കൊടുത്തത്? അവിടെയാണ് നമ്മൾ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുന്നത്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം, നമുക്ക് ഈ 17-ാം അധ്യായത്തെ നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു കൊടുക്കുന്നത്, അബ്രഹാമേ, നീ എന്റെ മുമ്പാകെ നിഷ്കളങ്കനായിട്ടിരിക്കണം. 15-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞു. 16-ാം അധ്യായത്തില് ഹാഗറിന്റെ കാര്യമൊക്കെ ആ സംഭവമൊക്കെ നടക്കുക. 17-ാമത്തെ അധ്യായത്തിലാണ് വിശ്വസനായിട്ടിരിക്കാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രായത്തോട് ചേർന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമാണ്, പരിച്ഛേദന ഏൽക്കണം. ആ പുരുഷപ്രജയൊക്കെ പരിച്ഛേദന ഏൽക്കണം. ഞാൻ ചോദിക്കട്ടെ, അബ്രഹാമിന്റെ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്തവനെ പോലെ നമുക്ക് കാണുന്നത്. പക്ഷെ അബ്രഹാമിന്റെ സ്വഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. സംസാരം കൊണ്ട് ദൈവത്തെ ഒട്ടും വിശ്വസിക്കാത്തവനെ പോലെ സംസാരിച്ചാലും പ്രവൃത്തി കൊണ്ട് പൂർണ്ണമായി ദൈവത്തെ വിശ്വസിച്ചവനായിരുന്നു. ഈ പരിച്ഛേദന ഏൽക്കാൻ പറഞ്ഞുകൊണ്ട് പരിച്ഛേദന ഏൽക്കേണ്ട കാര്യം എന്താ? ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാ. അത് കഴിഞ്ഞിട്ട് 18-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിക്കേ. ദൈവം മമ്രയുടെ റോബിൽ പ്രത്യക്ഷനാകുക അബ്രഹാമിന്. പ്രത്യക്ഷനായ ഉടനെ ദൈവത്തെ അബ്രഹാം പിടിച്ചു നിർത്തുക, ഞാനൊരു യാഗം അർപ്പിക്കാം, കഴിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ ഈ അബ്രഹാം എങ്ങനെയാ ദൈവത്തിന് മഹത്വം കൊടുത്തത് അറിയോ? നമുക്ക് ചില മാതാപിതാക്കൾ അറിയാമല്ലോ, ഭയങ്കര സ്നേഹമാണ്, പക്ഷെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല, പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. മക്കളോട് ഭയങ്കര സ്നേഹമാണ്. ഇന്നത്തെ കാലത്തല്ല, പണ്ടത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ വിവരം അറിയും. അന്നത്തെ കാലത്ത്, പണ്ട് കാലത്ത് അപ്പനമ്മയ്ക്കും ഭയങ്കര സ്നേഹം, പക്ഷെ സ്നേഹം വെളിപ്പെടുത്തത്തില്ല, സ്നേഹം കാണിക്കത്തില്ല. അപ്പം മക്കളോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കൾ തമ്മിൽ സംസാരിക്കുന്നതോ. ആ ഒരു എക്സ്പ്രസ് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഇപ്പൊ ഈ അബ്രഹാമിന് ഒരു പ്രശ്നമുണ്ട്, അകത്ത് ഭയങ്കര ഫെയ്ത്താ, പക്ഷെ സംസാരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അറിയത്തില്ല. പക്ഷേ ദൈവം എന്ത് പറഞ്ഞാലും അബ്രഹാം അനുസരിക്കും. തല ഉയർത്താൻ പറഞ്ഞാൽ തല ഉയർത്തും. വീടും ദേശവും ഇട്ടേച്ചിറങ്ങി വരാൻ പറഞ്ഞ് ഇറങ്ങി വരും. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യത്തിൽ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് അത്ഭുതം കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ആദ്യത്തെ ചൂട് കുറയും, അല്ലേ? ആദ്യത്തെ പ്രാവശ്യം അത്ഭുതമൊക്കെ കിട്ടിയ സമയത്ത് എന്നോ ചാട്ടുമ്പകളായിരുന്നു, അല്ലേ?
പ്രാർത്ഥിച്ചിട്ട് 2 ആഴ്ച മറുപടി കിട്ടിയില്ല. ഉടനെ അങ്ങ് രീതിയൊക്കെ മാറി, സ്വഭാവം മാറി, പെരുമാറ്റം മാറി, ആരാധന മാറി, ബൈബിൾ വായന മാറി, കൈകടി മാറി, എല്ലാത്തിനും ഒരു വ്യത്യാസം. എന്താ പ്രശ്നം? എല്ലാവർക്കും അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നാ തോന്നുന്നേ. ഞാൻ പറയട്ടെ, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല എങ്കിലും അവൻ, ഹല്ലേലൂയ, നിങ്ങൾ ഈ വാക്ക് നല്ലപോലെ ശ്രദ്ധിക്കണം, ദൈവം എന്ത് ചെയ്യും എന്ന് നോക്കിയല്ല അബ്രഹാം ദൈവത്തെ ആരാധിച്ചത്. ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ടാണ് അബ്രഹാം ദൈവത്തെ ആരാധിച്ചത്. അപ്പോ അബ്രഹാമിന് കുഞ്ഞിനെ കിട്ടിയില്ല, എന്നിട്ടും 18ാമത്തെ അധ്യായത്തിൽ കാണുക, അവൻ യാഗം അർപ്പിക്കുക ദൈവത്തിന്. 17ാം അധ്യായത്തിൽ പരിച്ഛേദന ഏൽക്കുക. ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എങ്ങനെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് അത്ഭുതം നടന്നില്ല, നമ്മുടെ വിഷയത്തിന് ഒരു അത്ഭുതം നടന്നില്ലേ, പതുക്കെ നമുക്കൊരു തണുപ്പാ പിന്നെ. പക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തിൽ അവൻ കർത്താവിന് മഹത്വം കൊടുക്കുക. തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാതിരുന്നപ്പോഴും, തന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കാതിരുന്നപ്പോഴും, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത്, അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ അടുത്ത് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്ത് എങ്ങനെയാണെന്ന് അറിയുമോ? ആരാധനയിലൂടെ, യാഗമർപ്പിക്കുന്നതിലൂടെ. അതായത് ദൈവം എനിക്ക് എന്ത് ചെയ്തു? അത്ഭുതങ്ങളെ ചെയ്തു. ആ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അബ്രഹാം ദൈവത്തെ ആരാധിച്ചതും സേവിച്ചതും. അബ്രഹാം ദൈവത്തെ സേവിച്ചത് ദൈവം ദൈവമാണെന്നുള്ള മനസ്സിലാക്കലിലൂടെയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവത്തിന് ആരാധന അർപ്പിക്കും, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെന്ന അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്. നിങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്, ഹല്ലേലൂയ, ദൈവം ദൈവമായതുകൊണ്ട് അവൻ അർഹിക്കുന്ന മഹത്വം കൊടുത്താൽ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ വാഗ്ദത്തം പ്രാപിക്കുമെന്നും മാത്രമല്ല, നിങ്ങൾ ലോക ജനതകൾക്ക് ഒരു അനുഗ്രഹമായി, അത്ഭുതമായി മാറിയിരിക്കും. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, സാമ്പത്തിക വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതം നടന്നില്ല. ഉടനെ ആരാധന നിർത്തരുത്, തണുക്കരുത്, ബൈബിൾ വായന പറയരുത്, മുഖത്തെ സന്തോഷം കെടുക്കരുത്. ആമേൻ, അകത്ത് വീണ്ടും വീണ്ടും സന്തോഷം, ആനന്ദത്തോടെ, സ്തോത്രത്തോടെ, ബലത്തോടെ, മഹത്വത്തോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കുന്നു പറയണം. ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് എനിക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചോണ്ടല്ല, എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് അവൻ ദൈവമാകുന്നതുകൊണ്ട്. അവൻ ദൈവമാണ്. He is God, so I am, hallelujah, I am committed myself to worship him. അവനിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയുള്ള ആരാധനയല്ലിത്. അവൻ എന്തെങ്കിലും തന്നത് കൊണ്ടുള്ള കൈയടി അല്ലത്. ഈ കൈയടിയുടെ പുറകില് കാര്യസാധ്യം ഒന്നുമില്ല. ഈ കൈയടിയുടെ പുറകിൽ ഒറ്റ ആമേൻ ഇന്റൻഷനേ ഉള്ളൂ. അവൻ ദൈവമാ, അവൻ ദൈവമാ. ഹല്ലേലൂയ, അവൻ ദൈവമാ. ആമേൻ. നമ്മുടെ ജീവിതത്തിന് നമ്മളിത് തിരിച്ചറിയണം. യോസഫ് പോത്തിഫറിന്റെ വീട്ടിൽ അടിമയായിരിക്കുമ്പോഴും ദൈവം തന്നെയാണ് യോസഫിന്റെ ദൈവം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവം തന്നെയാണ് യോസഫിന്റെ ദൈവം. ആ ബോധ്യം അവൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് മിസ്രൈമിൽ മുഴുവൻ അധിപതിയായിട്ട് ദൈവാനെ മാറ്റിയത്. നമ്മുടെ ജീവിതത്തില് അത്ഭുതങ്ങൾ നടക്കുമ്പോ എങ്ങനെ സന്തോഷിക്കുമോ അതുപോലെ അത്ഭുതം നടക്കാത്തപ്പോഴും ചിരിക്കാൻ പഠിക്കണം. നമ്മുടെ ആരാധനയും സ്തോത്രവും കൈകടിയും അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, ദൈവം ദൈവമായതുകൊണ്ട്. ആമേൻ. അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു, അത്ഭുതം നടന്നുകൊണ്ടല്ല കേട്ടോ, ദൈവം ദൈവമാണെന്ന് അവൻ അറിയാം. അതുകൊണ്ടാണ് മൽക്കീസദേക്കിൽ കണ്ടറിനെ പോയി ദൈവം ചോദിച്ചിട്ടൊന്നുമല്ല, പോയി ദശാംശം കൊടുത്തു. ചോദിച്ചൊന്നുമില്ല, അവനറിയാം ദൈവം ദൈവമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിനെ ദൈവം ചോദിച്ചപ്പോ ആരോടും അതിനെക്കുറിച്ച് അഭിപ്രായമോ കൂടിയാലോചിക്കോ ഒന്നും ചെയ്തില്ല. നേരെ അവനെ കൂട്ടിക്കൊണ്ട് മോറിയാമലയിലേക്ക് പോയി. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂളിൽ വിടും. വർഷത്തിലെ 52 ക്ലാസ്സിൽ 52 ക്ലാസ്സിനും പോകും. പക്ഷെ റിസൾട്ട് എങ്ങനെയാണെന്ന് വളരെ ചുരുക്കമേ അറിയത്തുള്ളൂ. പക്ഷേ അബ്രഹാം ഇസഹാക്കിന്റെ ഒറ്റ സൺഡേ സ്കൂളിൽ കൊണ്ടുപോകും, മോറിയാമലയിലെ സൺഡേ സ്കൂളിൽ. ആ സൺഡേ സ്കൂളിൽ വെച്ച് അബ്രഹാം പറഞ്ഞു, ഇസഹാക്കേ, നിന്നേക്കാളെന്നല്ല ഈ ലോകത്തിൽ ആരെക്കാൾ എനിക്ക് ദൈവമാണ് മോനെ വലുതെന്ന് ഒറ്റ സൺഡേ സ്കൂൾ ക്ലാസ് എടുത്തുള്ളൂ. ഒറ്റ ക്ലാസ് ഇസഹാക്കിന്റെ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തി.
നമ്മുടെ ജീവിതത്തിനകത്ത് ചിന്തിച്ചു നോക്കി, അബ്രഹാം ദൈവത്തിന് മഹത്വം കൊടുത്തു. എന്താണെന്നറിയാം, അബ്രഹാമിന് ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് അത്ര സ്ട്രോങ് ആയിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് അബ്രഹാമിന് ദൈവത്തോടുള്ള ആ ബന്ധം, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ട, അബ്രഹാമിന്റെ വാക്കുകൊണ്ട് എപ്പോഴും ദൈവത്തെ സംശയിക്കുന്ന വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തെ സംശയിക്കുന്ന വാക്ക് പറഞ്ഞ അബ്രഹാം ദൈവത്തോടുള്ള ഇടപെടലില് അവൻ ഏറ്റവും ബെസ്റ്റ് ആ കർത്താവിന് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും, നല്ലപോലെ പാട്ട് പാടാൻ അറിയത്തില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഹൃദയം എന്താണോ അത് കർത്താവ് കാണുന്നുണ്ട്. അത് കർത്താവിന് അറിയാം, നല്ലപോലെ അറിയാം, നല്ലപോലെ അറിയാം. അതുകൊണ്ട് എന്ത് പറയും, എന്താണ് നിങ്ങളുടെ ഹല്ലേലൂയ ഉത്തരവാദിത്വം എന്നറിയാം. ഏത് സാഹചര്യത്തിന് നടുവിലും അവനെ മഹത്വപ്പെടുത്താനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. അപ്പോഴ് നമുക്ക് വായിക്കാം ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16. Galatians chapter 3 verse 16. ஆபிரகாமுக்கும் அவனுடைய சந்ததிக்கும் வாக்குத்தத்தங்கள் பண்ணப்பட்டன. சந்ததிகளுக்கு என்று அநேகரை குறித்து சொல்லாமல் உன் சந்ததிக்கு என்று ஒருவனை குறித்து சொல்லியிருக்கிறார். அந்த சந்ததி ക്രിസ്തുവേ. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. എന്താണ് വാഗ്ദത്തങ്ങൾ? എന്താ വാഗ്ദത്തം എന്ന് പറഞ്ഞ? എന്താണ് പ്രോമിസ്? പ്രോമിസ് എന്ന് പറഞ്ഞാൽ പ്രിയം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു വ്യക്തിക്ക് നൽകാമെന്നോ ചെയ്യാമെന്നോ വാക്കാൽ നൽകുന്ന പേരാണ് പ്രോമിസ്. അപ്പോ ചെയ്യാം, ഇൻ ഫ്യൂച്ചർ ഐ വിൽ. അബ്രഹാമിന് പറഞ്ഞു ഐ വിൽ ബ്ലസ് യു, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഐ വിൽ. അതായിരുന്നു അബ്രഹാമിന്റെ പ്രോമിസ്, ഐ വിൽ. അബ്രഹാമിന് പ്രോമിസ്. അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ ലഭിച്ചു. ആമേൻ. അബ്രഹാമിന് വാഗ്ദത്തങ്ങൾ, അബ്രഹാമിന് അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഐ വിൽ ബ്ലസ് യു, ഐ വിൽ മൾട്ടിപ്ലൈ യു, ഐ വിൽ ഇൻക്രീസ് യു, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്. ഇത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ പ്രോമിസ്. എന്നാൽ നിങ്ങളും ഞാനും വാഗ്ദത്തത്തിന്റെ ആളുകളല്ല. ഞാൻ വാഗ്ദത്തം, എനിക്ക് ഒരൊറ്റ വാഗ്ദത്തമില്ല. ഞാൻ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവനല്ല. എന്താണെന്നറിയോ? നിങ്ങൾ ഓർത്താക്കിയത് എവിടെയാ പോകുന്ന വണ്ടി? വാഗ്ദത്വം എന്ന് പറഞ്ഞാൽ ചെയ്യും എന്ന് പറയുന്നതല്ലേ, ചെയ്യും. നമുക്ക് 1-2 വാക്യങ്ങളെ വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. Galatians chapter 3 verse 13. மரத்திலே தூக்கப்பட்ட எவனும் சபிக்கப்பட்டவன் என்று எழுதியிருக்கிறபடி கிறிஸ்து நமக்காக சாபமாகி நியாயப்பிரமாணத்தின் சாபத்துக்கு நம்மை நீங்களாக்கி மீட்டுக் கொண்டார். മരത്തിൽ തൂങ്ങുന്നവരെ ശപിക്കപ്പെടുമെന്ന് എഴുതിക്കുന്നതിൽ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. വായിക്കാം. 2 Peter chapter 2 verse 24. 1 Peter chapter 2 verse 24. 1 Peter 2:24. நாம் பாவங்களுக்கு செத்து நீதிக்கு பிழைத்திருக்கும்படிக்கு அவர் தாமே தமது சரீரத்திலே நம்முடைய பாவங்களை சிலுவை மேல் சுமந்தார். அவருடைய തലമുകളാൽ ഗുണമാണികൾ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്നെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണറുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു.
2 Corinthians chapter 8 verse 9. 2 Corinthians chapter 8 verse 9. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கிருபையை அறிந்திருக்கிறீர்களே, அவர் ஐஸ்வர்யமுள்ளராய் இருந்தும் நீங்கள் அவருடைய தரித்திரத்தினாலே ஐஸ்வர்யம் ஆகும்படிக்கு உங்கள் നിമിത്തം ദരിദ്രർ ആനാരേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്തെ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ. അപ്പൊ ആയി തീർന്ന കൃപ. ഹല്ലേലൂയ. ചാപ്റ്റർ 5 verse 21. 5 verse 21. Same book. 5:21. நாம் அவருக்குள் தேவனுடைய நீதியாகும்படிக்கு பாவம் அறியாத அவரை நமக்காக പാപമാക്കിனார். പാപം അറിയാത്തവനെ നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം ആക്കി. അപ്പോഴ ഹല്ലേലൂയ, ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ആകാൻ പോകുന്ന കാര്യമല്ല, ആയി. ഹല്ലേലൂയ, ആക്കി തീർന്നു. ഹല്ലേലൂയ, ആമേൻ, ആയി തീർന്നു. ആമേൻ, ഹല്ലേലൂയ, ആക്കി. അവൻ ദരിദ്രനായി, പാപമായി. ആമേൻ, നമ്മുടെ രോഗത്തെ ചുമന്നു. ഇനി പ്രിയപ്പെട്ടവർ, ഞാൻ ചോദിക്കട്ടെ, ആയി ഇനി ആകും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? സൗഖ്യമാക്കും എന്ന് പറയുന്നതാണ് പ്രോമിസ്. സൗഖ്യമാക്കി എന്ന് പറയുന്നതോ പ്രോമിസ് അല്ല, അഷ്വറൻസാ. നിങ്ങളുടെ ദരിദ്രം നിമിത്തം അവൻ ദരിദ്രനായി എന്ന് പറയുന്നത് പ്രോമിസ് അല്ല, അഷ്വറൻസാ. പാപമായി എന്ന് പറയുന്നത് പ്രോമിസ് അല്ല, അഷ്വറൻസാ. ശാപമായി, ന്യായപ്രമാണത്തിൽ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നത് അത് വാഗ്ദത്തമല്ല, നടക്കാൻ പോകുന്ന കാര്യമല്ല, നടന്ന കാര്യത്തിന്റെ ഉറപ്പാ. ഇന്ന് ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും ആരാന്നറിയാമോ? വാഗ്ദത്തത്തിന്റെ ആളുകളല്ല. നിങ്ങൾ ഞാനും ആരാന്ന് വായിക്കണമെങ്കിൽ 2 കൊരിന്ത്യർ 1:20 വായിക്കണം. 2 കൊരിന്ത്യർ 1:20. 2 Corinthians chapter 1 verse 20. எங்களால் தேவனுக்கு மகிமை உண்டாகும்படி தேவனுடைய வாக்குத்தங்கள் எல்லாம் இயேசு கிறிஸ்துவுக்குள் ആം என்றுം അവருக்குள் ആമേൻ என்றுം இருக்கிறது. അതെ, അവിടെ വ്യക്തമായി പറയുന്നത് ദൈവത്തിൽ എത്ര വാഗ്ദത്തങ്ങളുണ്ടോ അതെല്ലാം ക്രിസ്തുവിൽ ആമേൻ ഉവ്വെന്നും ആമേൻ എന്നുമാണ്. അതായത് ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഇനി വാഗ്ദത്തങ്ങൾ കാത്തിരിക്കുന്നവരല്ല നമ്മൾ. ഹല്ലേലൂയ, വാഗ്ദത്ത നിവൃത്തിയെ ക്ലെയിം ചെയ്യുന്നവരായിട്ട് മാറണം. ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങൾ ഞാനും വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, വാഗ്ദത്തം അബ്രഹാമിനുള്ളതാ. ആമേൻ, ഹല്ലേലൂയ, നിവൃത്തി എനിക്കുള്ളതാ. ഹല്ലേലൂയ, അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ, എന്നാൽ ഞാൻ ആരാന്നറിയാമോ? വിശ്വസിച്ചപ്പോ ഞാൻ നീതിമാനായി മാറി. ഹല്ലേലൂയ, എങ്ങനെയാണെന്നറിയാമോ? യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ എന്നെ അവൻ നീതീകരിച്ചതാ. അവൻ നീതീകരിച്ചു, ഞാൻ വിശ്വസിച്ചു. അവൻ നീതീകരിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഇത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. അബ്രഹാം വിശ്വസിച്ചപ്പോൾ അവനത് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്നെ നീതീകരിച്ചു. എപ്പോഴാ? ക്രൂശിൽ എന്നെ നീതീകരിച്ചു. ആ നീതീകരിച്ചെന്ന് ഞാൻ വിശ്വസിച്ചതേ ഉള്ളിപ്പോ. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കുണ്ടായ ഒരു കാര്യമാണ് ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടെ ശാപം, രോഗം, ദാരിദ്ര്യം, ഹല്ലേലൂയ, ശാപം, രോഗം, ദാരിദ്ര്യം, കുറ്റബോധം, ഇതിനെ മുഴുവൻ, പാപബോധം, പാപത്തിന്റെ ശക്തി, ഇതിനെ മുഴുവൻ യേശുവിന്റെ ക്രൂശിൽ മുഴുവൻ വില കൊടുത്തു. അല്ലെങ്കിൽ ഇനി പ്രിയപ്പെട്ടവർ, നമ്മൾ പാപത്തിന് കീഴല്ല, ശാപത്തിന് കീഴിൽ, നമ്മൾ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, വാഗ്ദത്തത്തെ അവകാശമാക്കുന്നവരാണ്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിനകത്ത്? ക്രിസ്തുവിലായി തീർന്ന നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത്, ക്രിസ്തുവിലായി തീർന്ന നിങ്ങളുടെയും എന്റെയും ജീവിതത്തിനകത്ത് വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, വാഗ്ദത്തത്തെ ക്ലെയിം ചെയ്യുന്നവരായിട്ട് മാറണം. നമുക്ക് പറയാനുള്ള ധൈര്യം വേണം. അടിപ്പിടറാൻ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഈ രോഗം എന്റേതല്ല, സൗഖ്യമാക്കുമെന്നല്ല, സൗഖ്യമാക്കി എന്ന് വിശ്വസിക്കണം. ദാരിദ്ര്യം മാറുമെന്നല്ല, മാറിയെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ആമേൻ. എന്റെ പാപം കഴുകപ്പെടുമെന്നല്ല, കഴുകപ്പെട്ടെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, ശാപം മാറുമെന്നല്ല, ശാപം മാറിയെന്ന് വിശ്വസിക്കണം. കാരണം ഇതെല്ലാം ഡൺ ഡീലാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല, സംഭവിച്ചു തീർന്ന കാര്യമാണ്. ആകയാൽ ഇന്ന് രാത്രി നിങ്ങൾക്കും എനിക്കും ഒരു ഉറപ്പ് വേണം. ഞാൻ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല. നടന്ന വാഗ്ദത്തം, സംഭവിച്ച കാര്യം, വാഗ്ദത്തം, തീർന്ന വാഗ്ദത്തം, എന്നോട് യേശു ക്രിസ്തുവിലൂടെ, അബ്രഹാമിലൂടെ വാഗ്ദത്തം ചെയ്ത സകല വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തുവിൽ എനിക്ക് വേണ്ടി നിറവേറ്റിയിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിലൂടെ, യേശു ക്രിസ്തുവിലൂടെ
അബ്രഹാമിന് എന്തെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം കൊടുത്തോ അത് മുഴുവൻ ക്രിസ്തുയേശുവിലൂടെ നിവർത്തിയായിരിക്കുന്നു. ക്രിസ്തുയേശുവിലൂടെ എന്നോട് പറഞ്ഞ, അബ്രഹാമിലൂടെ എന്നോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുയേശുവിൽ നിവർത്തിയായിരിക്കുക. ആമേൻ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എത്ര പേരുടെ അകത്ത് ആമേൻ ഹല്ലേലൂയ ഒരു ധൈര്യമുണ്ട്, ഹല്ലേലൂയ ഉറപ്പുണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം അബ്രഹാമിന് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും, അബ്രഹാമിനോട് ദൈവം കൊടുത്ത സകല വാഗ്ദത്തങ്ങളും യേശു ക്രിസ്തു മുഖാന്തരം എന്റെ ജീവിതത്തിൽ നിവർത്തിയായി കഴിഞ്ഞു. ഇനി വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നവനല്ല, നിവർത്തിയെ ഞാൻ അവകാശപ്പെടുകയാണ്. സൗഖ്യം എന്റെ അവകാശമാണ്. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞു, നിങ്ങളുടെ ഓർമ്മയിൽ കാണും, എനിക്ക് നഷ്ടപ്പെടാനും ഒന്നുമില്ല, നേടാനും ഇനി ഒന്നുമില്ല. ആ ബോധ്യം നിങ്ങൾക്കോട്ടെ. മനസ്സിനകത്ത് ഇതുപോലെ സമാധാനം ഇറങ്ങുമില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം എന്താണെന്നറിയാം, നിങ്ങൾക്കുള്ളതെല്ലാം കർത്താവിന്റെ. നിങ്ങളിൽ നേടാനും ഒന്നുമില്ല, കാരണം ക്രിസ്തുവിലൂടെ എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എഫേസ്യ ലേഖനം 1:3 പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്നുള്ള വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരല്ല നമ്മള്. വാഗ്ദത്തം നിവൃത്തിയായി എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ, യെസ്, ഇല്ല, രോഗത്തിന് എന്റെ മേൽ വാഴാൻ അധികാരമില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ അതിന് മുഴുവൻ വിലയും കർത്താവ് കൊടുത്ത് പൂർണ്ണമായി സൗഖ്യമാക്കിയതാണ്. ആമേൻ. പുതിയൊരു സീസൺ ആരംഭിക്കട്ടെ. വാഗ്ദത്തങ്ങളെ ആമേൻ ഹല്ലേലൂയ അവകാശമാക്കാനായിട്ട് കാത്തിരിക്കുന്നവരെല്ലാം വാഗ്ദത്തത്തെ ആമേൻ വിശ്വാസത്താൽ അവകാശമാക്കി ആമേൻ അതിനെ ഹല്ലേലൂയ നേടി മുന്നോട്ട് പോകുന്നവരായിട്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, ആമേൻ ഇന്ന് വൈകിട്ട് ആമേൻ ഹല്ലേലൂയ ഒരു കാര്യത്തിന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് തന്നൊരു വെളിപ്പാട്. അതെനിക്ക് അത് കഴിഞ്ഞ് വണ്ടി കയറി ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓർക്കുന്നത്, കർത്താവ് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കർത്താവ് സംസാരിച്ച്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളി വാങ്ങിച്ച് വീട്ടിൽ വെച്ചപ്പോഴേ വീട്ടിലിരുന്ന് കിളിർത്ത ഉള്ളി ഉണ്ടോ? നിങ്ങൾക്ക് വീടുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടില് തണുത്ത കാലാവസ്ഥ കൊണ്ട്, ചുറ്റും തണുപ്പുള്ളത് കൊണ്ട്, ആ വീട്ടിനകത്തൊരു തണുപ്പുള്ളത് കൊണ്ട് ആ ഉള്ളി ഒന്ന് കിളിർത്തു. പക്ഷേ ഉള്ളി വർദ്ധിച്ചോ? ഇല്ലില്ല. അതൊന്നും എന്ത് ചെയ്തു? അതൊന്നും എന്താ പറയുക, അവിടെ ഇരുന്ന തണുപ്പ് കാരണം ഒന്ന് കിളിർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോയി. പക്ഷെ അതേ ഉള്ളി വെക്കേണ്ടതായ മണ്ണിനകത്ത് കൊണ്ടുവച്ചാലോ അത് കിളിർക്കുന്നു എന്നതല്ല, അത് പെരുകാൻ തുടങ്ങും, വർദ്ധിക്കാൻ തുടങ്ങും. നമുക്ക് വായിക്കാം കൊളോസ്യ ലേഖനം 2:6-7. Colossians chapter 2 verse 6 and 7. Colossians chapter 2 verse 6 and 7. ஆகையால் நீங்கள் கர்த்தராகிய கிறிஸ்து இயேசுவை ஏற்றுக்கொண்டபடியே அவருக்குள் கொண்டவர்களாகும், அவர் மேல் கட்டப்பட்டவர்களாகும், அவருக்குள் நடந்து கொண்டு நீங்கள் போதிக்கப்பட்டபடியே വിശ്വാസത്തിൽ ഉறுதிப்பட்டு സ്തോത്രത്തോടെ അതിലെ പെരുകുവീர்களாக. ഇവിടെ വചനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തില് അതിന്റെ 7-ാം വാക്യം, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾ ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച് സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കണം. ആമേൻ. അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, അവനിൽ വേരൂന്നി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ തണുപ്പുള്ള സമയത്തും ഉള്ളി ഇങ്ങനെ വീട്ടിലിരിക്കുന്ന ഉള്ളി എന്ന് കിളിർക്കും. ഞാൻ പറയട്ടെ, നിന്റെ കഠിനാധ്വാനം കൊണ്ടും ചിലതൊക്കെ കിളിർത്തു വരും, നിന്റെ ഡിസിപ്ലിൻ കൊണ്ടും ചിലതൊക്കെ കിളിർത്തു വരും, നിന്റെ അധ്വാനം കൊണ്ട് ചിലതൊക്കെ കിളിർത്തു വരും. പക്ഷെ ക്രിസ്തുവിൽ വേരൊന്നും ഉണ്ടല്ലോ, അപ്പോഴേ കിളിർത്തത് ഫലം കായ്ക്കത്തുള്ളൂ. ആമേൻ. കഠിനാധ്വാനമല്ല,
എന്റെ ജ്ഞാനമല്ല, എന്റെ ഓട്ടമല്ല, എന്റെ പ്രാപ്തിയല്ല. ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, ചിലരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും പലതും കിളിർത്ത് ഉണങ്ങിപ്പോയിട്ടുള്ളതുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറയാം, കിളിർത്തിട്ട് ഉണങ്ങുന്ന സീസൺ അല്ലിത്, കിളിർത്ത് വർദ്ധിക്കുന്ന സീസണാണ്. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ, ആമേൻ. അത് തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ആമേൻ. ഹല്ലേലൂയ. അഹരോന്റെ തടി, ഹല്ലേലൂയ, അഹരോന്റെ വടി, അത് ഹല്ലേലൂയ, ആമേൻ, അത് തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു എന്ന് വചനത്തിൽ പറയുന്ന പോലെ ഒരു പുതിയ സീസൺ ആരംഭിക്കുക. ഇതുവരെയും തെളുക്കാലവിയെ കിളിർത്തിട്ട്, ഇതുവരെയും തളിർത്തിട്ട് ഹല്ലേലൂയ ഉണങ്ങിപ്പോയ ചിലതാണ് നിന്റെ ജീവിതമെങ്കിൽ, ചിലതിനൊക്കെ അടുത്തെത്തിയിട്ട് നശിച്ചു പോയത്, ആമേൻ, ദ്രവിച്ചു പോയത്, ഫലം കാണാതെ പോയത്, അത്ഭുതം കാണാതെ പോയത്, ചിലതിന്റെ അറ്റത്ത് വരെ എത്തിയിട്ട് ആമേൻ ഹല്ലേലൂയ ആ അത്ഭുതം നിനക്ക് സംഭവിക്കാതെ പോയത്, വലിയ സന്തോഷത്തോടെ ഇരുന്നിട്ട് അത് സംഭവിക്കാതെ പോയത്, അത് നിന്റെ കഴിഞ്ഞ കാലമാണ്, അത് നിന്റെ പാസ്റ്റ് സീസണാ. ആമേൻ. ബിക്കോസ് നൗ യു ആർ ഇൻ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിൽ വേരുറച്ചിരിക്കുന്നത് കൊണ്ട് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യെസ്, യെസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലരോടൊക്കെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഇതുവരെ കിളിർത്തത്, തളിർത്തത്, ആമേൻ, ചൂട് കൊണ്ടും തണുപ്പ് കൊണ്ടും കാലാവസ്ഥയുടെ ഗുണം കൊണ്ട് ഹല്ലേലൂയ, എന്നാൽ ഇപ്പൊ തണുക്കുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിനകത്ത് നീ വേരൂന്നിരിക്കുന്നതുകൊണ്ടാ. ഇന്നലെ വരെ ചിലതൊക്കെ നടന്നത് നീ ഓടിയതുകൊണ്ടാ, നിനക്ക് ചില നല്ല ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാ, നിനക്ക് കുറച്ച് പണം ഉണ്ടായിരുന്നുകൊണ്ടാ, നിനക്ക് കുറെ ആരോഗ്യം ഉണ്ടായിരുന്നുകൊണ്ടാ, നിനക്ക് കുറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാ. പക്ഷെ ഇന്ന് നിന്നിൽ ഒരു പുതിയ കാര്യം ആരംഭിക്കുക. ആമേൻ. ഇത് വീട്ടിലിരുന്ന് കിളിർക്കുന്ന ഉള്ളി അല്ലത്, ഇത് നിലത്ത് ഹല്ലേലൂയ വിതയ്ക്കപ്പെട്ടത്. എന്തിനാണെന്നറിയാമോ? ഇത് ഫലം കായ്ക്കാനായിട്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, ഇതുവരെ ചിലതിനകത്ത് ഫലമില്ലാതിരുന്നവരോട്, ഇതുവരെ ഓടിട്ടും ഫ്രൂട്ട് ഇല്ലാതിരുന്നവരോട്, ഇതുവരെ ഹല്ലേലൂയ ചിലതിനും പലതിനുമൊക്കെ അടുത്ത് വരെ വന്നിട്ട് അതിന്റെ ഫ്രൂട്ട് കാണാതിരുന്നെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ക്രിസ്തുവിൽ വേരൂന്നി നീ ചിലതിനകത്ത് വർദ്ധിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. വർദ്ധിക്കുന്ന ഒരു സീസൺ യേശുവിന്റെ നാമത്തിൽ. യെസ്, ഹല്ലേലൂയ. ആമേൻ. ചിലരോട് ആമേൻ ഹല്ലേലൂയ പ്രൊഫറ്റിക്കൽ ആയിട്ട് ഞാൻ പറയട്ടെ, പ്രവചനത്തോട് ഞാൻ പറയട്ടെ, പ്രവചനാത്മാവിൽ പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ നിന്റെ കയ്യിൽ നിന്ന് പലതും ഹല്ലേലൂയ നീ എറിഞ്ഞു കളഞ്ഞിട്ട് ഹല്ലേലൂയ അതിന്റെ ഫലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ നീ ചിലതൊക്കെ ഇൻവെസ്റ്റ് ചെയ്തത് അത് ലോസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. നിന്റെ കഠിനാധ്വാനമല്ല, നിന്റെ ബന്ധങ്ങളല്ല, നീ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്തുകൊണ്ടല്ല, ഹല്ലേലൂയ, നീ എവിടെങ്കിലും എറിഞ്ഞു, അതിന് ഫലം വന്നില്ല, നീ അതിനെക്കുറിച്ച് വർഗിടാകണ്ട. ആമേൻ, ഹല്ലേലൂയ. നീ എറിഞ്ഞതിനേക്കാൾ മെച്ചമായത്, നിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് നിന്റെ കയ്യിലേക്ക് മടങ്ങി വരുന്നുണ്ട്, മടങ്ങി വരുന്നുണ്ട്, മടങ്ങി വരുന്നുണ്ടാവും. അബ്രഹാം ലോത്തിന് ചിലത് വിട്ടുകൊടുത്തു, വിട്ടുകൊടുത്ത അബ്രഹാമിന് ദൈവം നഷ്ടപ്പെട്ടതിനേക്കാളും ബെസ്റ്റ് തിരിച്ചു കൊടുത്തേ. ഞാൻ പറയുന്ന ഈ ഉദാഹരണം ഒന്ന് ശ്രദ്ധിക്കണം. വീട്ടിൽ 2 മക്കളുണ്ടെന്നിരിക്കട്ടെ, 2 മക്കള്. മൂത്തവൻ ഇച്ചിരി വണ്ണവും പൊക്കവും ഉള്ളവനാ, രണ്ടാമത്തെ ഒരു വലിയ വണ്ണവും പൊക്കമൊന്നുമില്ല. പക്ഷെ വീട്ടിലെ സാഹചര്യം എങ്ങനെയാ? ഇളയവനാണ് എപ്പോഴും ജയിക്കുന്നത്, മൂത്തവൻ തോക്കും. സാധാരണ വീട്ടുകളിൽ നടക്കുന്ന ഒരു കാര്യം. ചിന്തിച്ചു നോക്കിക്കേ, ഒരു കളിപ്പാട്ടം മേടിച്ചോണ്ട് വന്നു. അത് ഈ മൂത്തവനെ സംബന്ധിച്ച് പിടിച്ചു പറിച്ചെടുക്കാൻ പറ്റും. മൂത്തവന് മേടിച്ചോണ്ട് വന്ന അപ്പൻ. പക്ഷെ ഇളവൻ പറഞ്ഞു എനിക്ക് വേണം, എനിക്ക് അതാ ഇഷ്ടം. അവൻ വഴക്കുണ്ടാക്കി. അപ്പൊ അപ്പം വന്ന് പറഞ്ഞു, എടാ പോട്ടെ മോനെ, കൊടുത്തേക്കാൻ പറഞ്ഞു. പിടിച്ചു പറിക്കാനുള്ള കപ്പാസിറ്റി ഇവനുണ്ട്. ഉണ്ടായിട്ടും അപ്പം പറഞ്ഞതിന്റെ പേരിൽ ഈ മൂത്തവൻ ഇളയവന് വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്താൽ ഈ അപ്പൻ എന്തു ചെയ്യും? അപ്പന്മാരെന്ന് പറഞ്ഞേ, ഈ മൂത്തവൻ വിട്ടുകൊടുത്തത് കൊണ്ട് ആ കൊടുത്തതിനേക്കാൾ നല്ലതൊന്ന് ഇവന് മേടിച്ചുകൊണ്ട് കൊടുക്കുവോ? ഞാൻ പറയാം, നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ദൈവ ശബ്ദം കേട്ടിട്ട് നീ ചിലതിനകത്ത് ആമേൻ ക്ഷമയോടെ നീ ഇരുന്നെങ്കിൽ, ചിലതിനകത്ത് നീ വിട്ടുകൊടുത്തെങ്കിൽ, ചിലരുടെ മുമ്പിൽ നീ തല താഴ്ത്തിയെങ്കിൽ, ചിലതിന് മുമ്പിൽ ഹല്ലേലൂയ നീ മൗനമായിട്ടിരുന്നെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയാം, ആ ദൈവത്തെ പിതാവിനെ അനുസരിച്ച് നീ ചിലടത്ത് വിട്ടുകൊടുത്തത് കൊണ്ട്, നീ വിട്ടുകൊടുത്തതിനേക്കാളും ഏറ്റവും നല്ലത്, ഗ്രേറ്റർ ബെസ്റ്റ് ഈസ് ഓൺ യുവർ വേ. Praise God. Hallelujah. Hallelujah. Thank you, Jesus. ഞാൻ പറയട്ടെ, ഇത് അടുക്കളയിലിരുന്ന് കിളിർത്ത സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് നിലത്ത് വിതയ്ക്കപ്പെട്ട് വർദ്ധിക്കുന്ന ഒരു സീസണാണ്.
ഇത് വർദ്ധിക്കുന്ന ഒരു സീസണാണ്. യേശുവിന്റെ നാമത്തിൽ ഒരു പുതിയ സീസണിലേക്ക് വാ. ആമേൻ. ഹല്ലേലൂയ. ഒരു റിസ്റ്റോറേഷന്റെ സീസൺ, വീണ്ടും ഹല്ലേലൂയ പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു സീസൺ. കഴിഞ്ഞ നാളുകളിൽ തകർന്നത്, തളർന്നത്, തീർന്നുപോയത്, ശൂന്യമായത്, ചീത്തപ്പേര് കെട്ടത്, ആമേൻ ഹല്ലേലൂയ, ആളുകളാൽ കളിയാക്കപ്പെട്ടത്, നീ തന്നെ ഡിപ്രസ്ഡ് ആയത്, തളർന്നു പോയത്, ആ സീസൺ കഴിഞ്ഞു. ഒരു ന്യൂ സീസൺ ആരംഭിക്കുക. ന്യൂ സീസൺ, ന്യൂ സീസൺ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിലും ആമേൻ. മെലിത്തദ്വീപ് റോമിലേക്കുള്ള യാത്രയുടെ മധ്യേ ആമേൻ പൗലോസും കൂട്ടരും ആമേൻ ഹല്ലേലൂയ ആമേൻ കപ്പലിന് പ്രശ്നം ഉണ്ടായതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന എല്ലാം വലിച്ചു ദൂരെ കളഞ്ഞു, കടലിലേക്ക് എറിഞ്ഞു കടലിലേക്ക് എറിഞ്ഞു. പക്ഷേ ഹല്ലേലൂയ അവർ ചെന്ന സ്ഥലത്തിന്റെ പേര് മെലിത്തദ്വീപ് എന്ന. മെലിത്തയിൽ നിന്ന് റോമിലേക്ക് പോയപ്പോ മെലിത്തക്കാര് ഹല്ലേലൂയ ഇങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ ആമേൻ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു വിട്ടു. ഹല്ലേലൂയ ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 28:10 കാണുക. അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു വിട്ടു. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഹല്ലേലൂയ ഞങ്ങളെ മാനിച്ചു, ഞങ്ങൾക്കെല്ലാം ഹല്ലേലൂയ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു, ഏറിയ സമ്മാനങ്ങൾ തന്നു. ഇന്നലെ ചിലത് നീ ഹല്ലേലൂയ ചില ഭയം കൊണ്ട്, ചില നിരാശകൾ കൊണ്ട് ചിലത് കടലിൽ എറിഞ്ഞു കാണും. പക്ഷെ ആമേൻ എറിഞ്ഞൊരു സീസൺ ഉണ്ട്. പക്ഷെ ഇത് തിരിച്ചു കിട്ടുന്ന സീസണാ. മെലിത്തദ്വീപിൽ നിന്ന് ആവശ്യത്തിലധികം തിരിച്ചു കിട്ടിയെങ്കിൽ ഞാൻ പറയാം, ചിലതൊക്കെ നീ എറിഞ്ഞു കളയേണ്ടി വന്നിട്ടുണ്ട്, ചിലതൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് ഹല്ലേലൂയ ദിസ് ഈസ് എ ടൈം ഓഫ് റിസ്റ്റോറേഷൻ. മടക്കി പ്രാപിക്കുന്ന സീസണാ. മെലിത്തയിലേക്കുള്ള യാത്രയിൽ നീ പലതും ഹല്ലേലൂയ നിന്റെ വസ്തുവകകള്, ഭക്ഷണ സാധനങ്ങൾ എടുത്തെറിഞ്ഞു. പക്ഷേ ഇപ്പൊ മെലിത്തദ്വീപിൽ നിന്ന് റോമിലേക്ക് പോയപ്പോ ആമേൻ ഹല്ലേലൂയ ആവശ്യമുള്ള സാധനം, ഏറിയ സമ്മാനങ്ങൾ. ഞാൻ പറയട്ടെ, നഷ്ടപ്പെട്ടതിനെ മറക്കുന്ന പോലെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു സീസണേത്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ നല്ല കർത്താവ് ഇന്ന് രാത്രിയിൽ അപ്പയ്ക്ക് നന്ദി പറയുമ്പോ, കർത്താവേ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ശബ്ദത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിലുള്ള ബോധ്യവും ഉറപ്പും കോൺഫിഡൻസും കൊണ്ട് സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഒന്നിന്റെ മുമ്പിൽ തളർന്നു പോകാതെ, അതെ ഒരു തിന്മയും ഒരു ദോഷവും ഒരു അനർത്ഥവും ഞങ്ങൾക്ക് വരത്തില്ലെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ കർത്താവ് വളരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. കർത്താവേ ഇന്ന് വചനം കേട്ട ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു റിസ്റ്റോറേഷൻ, ഒരു പുതിയ തുടക്കം കർത്താവ് നൽകിയതിനായിട്ട് നന്ദി. മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിനും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.